ലളിതേ. ഓ ആഹാ എടാ നമ്മുടെ പറമ്പ് ഇത് പറിച്ച മാങ്ങയാ. അച്ചാറിടാൻ പറ്റിയ സാധനമാണ്. കൊള്ളാലോ. ഞാനേ പിങ്കിക്ക് വേണ്ടി കുറച്ച് മത്തങ്ങ സൂപ്പ് ഉണ്ടാക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ അച്ചാറിടാവേ. അയ്യോ നീ അച്ചാറിടണോന്നല്ല ഞാൻ പറഞ്ഞത്. അതെന്താ ഞാൻ അച്ചാറിട്ടാല്? നീ അച്ചാറിട്ട ഒരു കാശിന് കൊള്ളില്ല. ആശ ഓഫീസിൽ നിന്ന് വരുമ്പോഴോളം ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ആഹാ ഞാനാണല്ലോ അവക്ക് ഈ റെസിപ്പി ഒക്കെ പറഞ്ഞു കൊടുത്തേ. എന്നിട്ട് അവൾ ഇടുന്ന അച്ചാർ വേണം, ഞാൻ ഇടുന്ന വേണ്ട. നീ ഇടുന്ന കൊള്ളൂല, അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. ഇത്രയും കാലം നിങ്ങൾ എന്റെ അച്ചാറല്ലേ കഴിച്ചോണ്ടിരുന്നത്? അല്ല അപ്പച്ചി അച്ഛമ്മടുത്ത് വല്ല ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. എന്നോട് ആരും ഒരു ആഗ്രഹവും പറഞ്ഞിട്ടില്ല. പിന്നെ അപ്പച്ചിക്ക് എന്തൊരു ആഗ്രഹം ഉണ്ടെന്ന് അപ്പച്ചി ചീറ്റപ്പെടുത്ത് പറഞ്ഞു. എന്തോന്ന് ആഗ്രഹം ഇവിടെ ഉള്ളത്? അതറിഞ്ഞൂടാ. അതറിഞ്ഞൂടല്ലേ? തലൈമാര് പറഞ്ഞൂടാ, അത് അന്വേഷിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണല്ലേ. പക്ഷെ അപ്പച്ചിക്ക് എന്തോ നല്ല സങ്കടമുണ്ട്. എന്നാ പിന്നെ നിനക്കത് ചോദിക്കായിരുന്നില്ല എന്താ സങ്കടമൊന്നും? അത് ഞാൻ ചോദിച്ച അപ്പച്ചി പറയത്തൊന്നുമില്ല. ഇടയിൽ അവക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ചെയ്തു കൊടുക്കണോ. ഞാൻ നിന്റെ അടുത്ത് പലവട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ. അവളുടെ എല്ലാ ആഗ്രഹങ്ങളും ഞാൻ സാധിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ. എന്നാ പിന്നെ ഞാൻ ഒന്ന് പറഞ്ഞതാ എന്നും പറഞ്ഞ് അവളുടെ പുറകെ നടന്ന് എപ്പോഴും ചോദിക്കാൻ പറ്റുമോ ആഗ്രഹം വല്ലതും ഉണ്ടോ, ആഗ്രഹം വല്ലതും ഉണ്ടോന്ന്? അയ്യോ നടക്കണം, അത് നിന്റെ ഉത്തരവാദിത്തമാണ്. പിന്നെ നിങ്ങൾ രണ്ടുപേരും കൂടെ അടി കൂടല്ലേ? എടാ നീ അവളോട് പോയി ചോദിക്ക എന്താ ആഗ്രഹം എന്ന്. അയ്യോ ഞാൻ ചോദിച്ച അപ്പച്ചി പറയൂല. എടാ ഞാൻ പറഞ്ഞിട്ടാന്ന് പറ. അച്ഛമ്മ പറഞ്ഞിട്ടാണ്. ആ എന്നാലും നീ പോയി ചോദിക്കരുത് കേട്ടാ. ഞാൻ പോയി ചോദിച്ചു ഈ അടുക്കളയിലെ പണി മാങ്ങയൊക്കെ ആര് അച്ചാറിടും? അയ്യോ മാങ്ങ നീ അച്ചാറിടാന്ന് ഞാൻ പറഞ്ഞല്ലേ. ഞാൻ ഇടുമെന്ന് തന്നെ ഞാൻ പറഞ്ഞു. എനിക്ക് ഇടണേ മാങ്ങ അച്ചാർ. ഈ മാങ്ങയിലെങ്ങാനും കൈവച്ചാലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറുക. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. അവിടെ വെച്ചേ. നിങ്ങൾ മാങ്ങയും കൊണ്ട് എങ്ങോട്ടാ പോകുന്നത്? ഇങ്ങോട്ട് വെക്ക്. മാങ്ങ നീ തൊട്ടേക്കരുത്. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ തൊടുന്നില്ല, അതവിടെ വെയ്യ. കൊച്ചു പിള്ളേരെ പോലെ അവിടെ വെക്ക്. ഞാൻ ഇടുന്നില്ല, ആശ ഇട്ടോളും. ആ അതാണ് ആശ ഇട്ടോളും. ഇവിടെ ഇരിക്കട്ടെ. ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവളുടെ അടുത്ത്. നിങ്ങൾക്ക് എന്താ പെട്ടെന്നൊരു മരുമോൾ സ്നേഹം? ഇനി നാളെ തൊട്ട് ചായയും കാപ്പിയൊക്കെ ചോദിച്ചോണ്ട് ഇങ്ങോട്ട് വരണ്ട, മരുമോളുടെ അടുത്ത് ചെല്ലേ. അതെ നീ എന്നെ ക്ലാസ് എടുക്കാത്ത പൈങ്കിളിക്ക് എന്താ വേണ്ടത് പോയി അന്വേഷിക്കും. പങ്കിളി പങ്കിളി നിനക്ക് എന്തോ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതൊന്നും ഇല്ല അച്ഛമ്മ. എൻ്റെ ആഗ്രഹത്തിന് ഇവിടെ ആർക്കും വിലയില്ല. ഞാൻ ഇനി ചോദിച്ചാൽ ഞാൻ അവന്മാരെല്ലാവരും കൂടെ എന്നെ കളിയാക്കി കൊണ്ടുവരും. അതുകൊണ്ട് വേണ്ട. നീ എന്നോട് പറ, എന്നെ കൊണ്ട് പറ്റുമോ ഇല്ലയോ ഞാനൊന്ന് നോക്കട്ടെ. അച്ഛമ്മ ഇത് അച്ഛമ്മയെ കൊണ്ട് പറ്റത്തില്ല, പക്ഷെ സുമയെ കൊണ്ട് പറ്റും. ആണോ? എടാ സുമേഷേ, ഞാൻ വിളിച്ചിട്ട് അവൻ കേൾക്കുന്നില്ല. നീ വിളി ഇങ്ങോട്ട്. ആ ഞാൻ വിളിച്ചാൽ തീരെ കേൾക്കൂല, എന്നാലും വിളിക്കാം. സുമേ സുമേ. എന്തോ അപ്പച്ചി? ആ ജൂനിയർ സുമ എത്തി. ആ സുമേഷ് എവിടെടാ? ചിറ്റപ്പ അവിടെ പാട്ട് പാടി കിടക്കുന്നു. പാട്ട് പഠിക്കുന്നു? ഓ അവനെ ഇങ്ങോട്ട് വിളി. ചിറ്റപ്പാ ചിറ്റപ്പാ. ഇങ്ങനെ കിടന്ന് അലറാണെങ്കിൽ ഞാൻ ഇവിടുന്ന് വിളിക്കൂലായിരുന്നോ? ചെവി തല കേക്കട്ടെ, പോയി വിളിച്ചോണ്ട് വാ. അല്ല ഞാൻ അവിടം വരെ പോവേണ എനർജി വേസ്റ്റ് ആവൂലേ? ഞാൻ ഇവിടുന്ന് വിളിക്കാം. ചിറ്റപ്പാ ചിറ്റപ്പാ. കിടന്ന് പൂവാതിരി. കൂവുന്നില്ല. ചിറ്റപ്പാ ചിറ്റപ്പാ. അല്ല മുത്തശ്ശി, ചിറ്റപ്പനെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ അടുത്ത് പറ, എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ചെയ്തു തരാം. ആ നീ ചെയ്യേണ്ട കാര്യം തന്നെയാ. പറഞ്ഞോ. എങ്ങനെ കയറിയിട്ടേ 4 കരിക്ക് അവ കൊടുക്കും. 4 കരിക്ക്? അല്ല അതിന് ചിറ്റപ്പനെ വിളിച്ചാൽ മതി. ചിറ്റപ്പൻ കൈ കൊണ്ട് ഇങ്ങനെ എത്തി ഇങ്ങനെ പറിച്ചു തരും. ഞാൻ കേറണ്ടല്ലേ. ചിറ്റപ്പനെ വിളിക്കാം. ചിറ്റപ്പാ. ആ വരുന്നു. എന്താ എത്ര നേരം കൊണ്ട് വിളിക്കണം അവിടെ നിന്നെ? കാര്യം പറ. ഞാൻ മറ്റേ റംബ ഹോയ് 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 ആ പാട്ടിട്ടോണ്ടിരുന്നേ. ഡാൻസ് കളിക്കണ്ടേ? കളിക്കണം. അപ്പച്ചി കരിക്ക് വേണോ? കരിക്ക്. കരിക്ക? കരിക്ക് ഇപ്പം തെങ്ങി കയറി ഇടാം. തെങ്ങി കയറി ഇടാം. പിങ്കി മോളെ എന്താടി നിന്റെ ആഗ്രഹം? ആ അമ്മച്ചി ഇവക്ക് കരിക്ക് വേണമെന്ന്. അത്രേ ഉള്ളോ? ഒരു കരിക്കിന് വേണ്ടിയിട്ടാണോ ഇവിടെ കിടന്ന് ഇങ്ങനെ വേളം ഉണ്ടാക്കി? കണ്ടോ ഇത്രയും പേര് വന്ന് നിൽക്കുന്നുണ്ടോ? നിന്റെ ആഗ്രഹം സാധിക്കാനാ പറ. ആ ഇനി എന്നാ ഞാൻ അച്ഛമ്മ ആഗ്രഹം പറയാം. പറയടി. അതെ എനിക്കൊരു ഫോട്ടോഷൂട്ട് നടത്തണം. ഷോട്ടാ ഫോട്ടോ? ഷാട്ടപ്പുട്ട് അല്ലടാ, ഫോട്ടോഷൂട്ട്. ഫോട്ടോഷൂട്ട്. ആ ഫോട്ടോഷൂട്ട്. മറ്റേ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇപ്പൊ ഇല്ലേ മറ്റേ മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട്. ഓ മെറ്റേണിറ്റി. എനിക്ക് മനസ്സിലായി. ഇതാണോ ഇത്ര നിന്റെ വലിയ ആഗ്രഹം? എടാ സുമേ, നിന്റെ കോൺടാക്ട്സിൽ നല്ല വല്ല ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടല്ലേ? നീ ഒന്ന് അറേഞ്ച് ചെയ്യ്, നമുക്ക് ഇവിടെ ഫോട്ടോഷൂട്ട് നടത്താം. കാശ് ഞാൻ തരാം. എടാ കുറച്ച് കാശ് ഞാനും തരാം. നിന്റെ കോൺടാക്ട്സിലുള്ള ആരെങ്കിലും നീ പെട്ടെന്നൊന്ന് പറ. അറേഞ്ച് ചെയ്യുമല്ലോ നീ? ഇടയ്ക്ക് ഉടായ്പ നടത്തുകയല്ലോ. അപ്പൊ നമ്മൾ എല്ലാരും കൂടെ നമ്മുടെ കിളിയുടെ ഫോട്ടോഷൂട്ട് ഉടനെ നടത്തുന്നു. അടിപൊളി. ഈ സന്തോഷത്തിൽ നിനക്ക് ജ്യൂസ് കുടിക്കാൻ തോന്നുന്നില്ലേ? ഇല്ല. പറയടി, ഞങ്ങൾക്ക് കിട്ടൂടി ജ്യൂസ് ഒന്ന് പറ. ആ കെറോഫ് ഇനി നീ ജ്യൂസ് മേടിച്ച് കുടിക്കാൻ നിൽക്കണ്ട. നീ ഒന്ന് പോയാൽ ഞാൻ അവൾക്ക് കൊടുത്തോളാം ജ്യൂസ്. ജ്യൂസ് കിട്ടുന്ന ഈ ശമ്പൂനെ നീ കുടിക്കാൻ. അയ്യോ പാവം, ജ്യൂസ് ഒന്നും കിട്ടാത്ത മക്കള്. എന്തിനു വിളിക്കുന്നു? ഫോട്ടോഗ്രാഫർ അറേഞ്ച് ചെയ്യണ്ടേ? ഫോട്ടോഗ്രാഫർ ഞാൻ പറഞ്ഞോ? പിന്നെ വരണ്ടേ? അപ്പൊ ഈ വേഗം റെഡിയാവേ. ഡി പിങ്കി, നീ എന്ത് വേഷം ഇടൂടി? എനിക്കറിഞ്ഞൂടാ. പഞ്ചമീന്റെ അടുക്കലേ ഒരു ഫ്രോക്ക് ഉണ്ട്, അവളോട് ചോദിച്ചു നോക്കാം.
നല്ല വൈറ്റ് ഒക്കെ ഇട്ട് നല്ലതായിട്ട് വന്നാലോ, നല്ല രസമായിട്ടിരിക്കും. ആ അമ്മ വാങ്ങിച്ചു തരുമോ? എടി ഞാനേ കഴിഞ്ഞ ദിവസം കുറെ പോസ്റ്റൊക്കെ കണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമില്. ആ അപ്പൊ അങ്ങനെ ചെയ്യാല്ലേ? ഉഫ്. അയ്യോ ഉറക്കമാണോ? അച്ഛമ്മ എടുക്കുന്നോ 2 ഫോട്ടോ? ആഹാരം കഴിച്ചില്ലേ? ആഹാരം കഴിച്ചില്ലേ? എന്റെ ബലമില്ലല്ലോ, ഇങ്ങനെ അങ്ങോട്ട് പോയി എന്നാലേ മടക്കാൻ പറ്റുള്ളൂ. അങ്ങനെ താഴെ പോവും. താഴെ പോവും. പുതിയ ഷർട്ടാ മക്കളെ? കൊള്ളാല്ല. അച്ഛനും പുതിയ ഷർട്ട്, പാന്റ്, ഷൂസ്. ഓ അളിയാ, ഒരു കാര്യം ചോദിക്കാണ്. പറയാ. ഒരു 5000 രൂപയുണ്ട്. 10,000 രൂപ കളിയാക്കണം നീ. അളിയാ ആവശ്യമായതുകൊണ്ട് ചോദിച്ചാണ്. മക്കളെ അങ്ങ് അമ്മയുടെ അടുത്ത് പോയണം. അമ്മ എടുത്ത്. ഓ ടാറ്റാ. ടാറ്റാ. ഒരു 5000 രൂപ തരാൻ നീ കേട്ടില്ലേ? പിന്നെ അപ്പൊ അളിയൻ കളിയാക്കിയില്ലേ എന്നെ? പിന്നെ സസ്പെൻഷനിലിരിക്കണം ഞാൻ. എങ്ങനെ അളിയൻ 5,000 രൂപ വരും? നിനക്ക് ഫോട്ടോഷൂട്ട് നടത്താൻ പൈസ ഉണ്ടോ? അളിയ അത് അപ്പച്ചിയും മുത്തച്ഛയും കൂടെ തരണ പൈസ ഇല്ലേ? നാണോ ഇല്ലടാ, അപ്പച്ചിയും മുത്തശ്ശിയും തരുന്ന പൈസ ഉണ്ട് ഫോട്ടോഷൂട്ട് നടത്താൻ വേണ്ടിയിട്ട്. ഷൂച്ച്, പാൻറ്. അളി എന്താ അളിയന്റെ പ്രശ്നം? അളി ഇപ്പം എന്തിനാണ് ഇപ്പൊ വഴക്കുണ്ടാക്കാൻ വന്നിരിക്കുന്നത്? ആ വഴക്കുണ്ടാക്കാൻ വന്നാണ്. നിന്റെ അടുത്ത് ഒരു 5000 രൂപ ചോദിച്ചപ്പോഴത്തേക്ക് നിനക്ക് വഴക്കായിട്ട് തോന്നിയാ? ഇല്ലെന്ന് പറഞ്ഞില്ലേ? നിനക്കത് ചൊറിയലായിട്ട് തോന്നി? ചൊറിയലായിട്ട് തോന്നി അളിയ വന്ന് ചൊറിച്ചിൽ മാറ്റി തരൂ. ചൊറിയാൻ വേണ്ടിയിട്ട് നീ പോടാ. ഇപ്പൊ എന്താ വിളിച്ചല്ലോ? എന്തോന്ന് വിളിച്ചു? ഇപ്പൊ എന്താ വിളിച്ചത്? ഇപ്പൊ എന്തോന്ന് വിളിച്ചു? ഞാൻ കാണിച്ചില്ല. എന്താ ഒന്നുകൂടെ പറഞ്ഞാണ്? നീ പറയുമ്പോ കാണിക്കാൻ വേണ്ടി ഇരിക്കുകയല്ലേ? ഒന്നുകൂടെ കാണിച്ചോ കളിയാ? ഇപ്പൊ കാണിക്കാൻ പറ്റണില്ല. ഇപ്പൊ കാണിക്കണില്ല. അയ്യോ എന്തോന്നിന് ബഹളം ഉണ്ടാക്കുന്നത്? മാമ ചുമ്മാ എന്താ തോന്നി? ആളിയെ താടിയിട്ട് തട്ടിയിട്ട് ചീത്ത വിളിച്ചെന്നെ. എന്തുവാണ് പ്രശ്നം? എന്താ താടിയിട്ട് തട്ടിയാടാ? പിന്നെ മുട്ട ചീത്ത വിളിച്ചതാ. സമാധാനപ്പെട്ട് കാര്യം പറ. എന്താ പ്രശ്നം എന്ന് പറ. എന്താ കാര്യം? അളിയനെ പൈസ വേണം, അത് കൊടുക്കാത്തോണ്ട് എന്നെ ചീത്ത വിളിച്ചേക്കണോ? അളിയന് പൈസ വേണം 5,000 രൂപ. അത് ഞാൻ കൊടുക്കില്ലാത്തോണ്ട് എന്നെ ചീത്ത വിളിച്ചേക്കുന്നു. അച്ഛൻ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ അച്ഛാ ഞാൻ ചീത്ത വിളിക്കുന്നത്? ഇവ അങ്ങനെയൊന്നും വിളിക്കൂലടാ. മാമ കാക്ക ഇയാളെ ബ്രഷ് മീശാടി ചുണ്ടു വെച്ചിങ്ങനെ വിളിക്കാള്. എന്തോന്ന് വിളിച്ചെന്ന്? ചീത്ത വിളിക്കുന്നു. ചുമ്മാ മാമ എന്തോന്ന് വിളിച്ചത് മാമന്റെ പറയാൻ പറ്റൂല. ശരി, നീ കാര്യം എന്താന്ന് പറ. എന്തൊക്കെ വിഷയം എന്താന്ന് പറ. മാമ അളിയ വന്ന് 5,000 രൂപ ചോദിച്ചു. എന്റെ ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ ഫോട്ടോഷൂട്ട് എടുക്കാൻ പൈസ ഉണ്ടാന്ന് ചോദിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അത് അപ്പച്ചിയും മുത്തച്ഛയും കൂടെ തന്ന പൈസയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇയാൾ ചീത്ത വിളിക്കുന്നു. ഇവിടെ തട്ടി തന്നു. ഒന്ന് നിർത്ത്. നിനക്ക് ഇങ്ങോട്ട് നോക്ക്. നിനക്ക് ഫോട്ടോഷൂട്ടിന് പൈസ കിട്ടിയില്ല, ഫോട്ടോ എടുക്കണ്ടേ? എന്നാ നീ ചെല്ല്. മാമ മൂത്ത മോന്റെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചോ. മോന്റെ ഷേപ്പ് മാറാൻ സമയമായി. മാമ മുണ്ട് പോക്കട്. മാമ ഉടുമുടി പോക്കട്. അവൻ ചൂട് കാറ്റ് വീശിയല്ലേ? ചൂടാവണേ നിങ്ങൾ ഭാര്യയുടെ ചൂടായാൽ മതി. ഓ അയ്യോ നീ ചെല്ല്. കളിക്കല്ലേ? നീ എന്തിനാ അവന്റെ അടുത്തൊക്കെ ചുമ്മാ വർത്താനം പറയാൻ പോണം? നിനക്ക് അറിഞ്ഞൂടാ അവന്റെ സ്വഭാവം? കണ്ടാ ഞാൻ ചുണ്ടനിക്ക് അവൻ പറഞ്ഞ് ചീത്ത വിളിക്കുന്നു. അത് തന്നെ, നിനക്ക് അറിയാമല്ലോ അവന്റെ സ്വഭാവം. ഞാൻ എപ്പോഴെങ്കിലും ആയിരത്തെങ്കിലും കാശ് ചോദിക്കണം അച്ഛൻ കേട്ടിട്ടുണ്ടോ അച്ഛാ? അതില്ല, ഒരു അത്യാവശ്യത്തിനാണ് ചോദിച്ചത്. നിനക്ക് ഇത്ര അത്യാവശ്യം എന്താ 5,000 രൂപയ്ക്ക്? അച്ഛാ ഒരു കുഞ്ഞാടിനെ വാങ്ങിക്കാൻ അച്ഛാ. എന്തോന്ന്? ഒരു കുഞ്ഞാടിനെ വാങ്ങിക്കാൻ. ഒരു ആട് സെറ്റായിട്ടുണ്ട്. ആടിനെ വാങ്ങിക്കാനാ? നല്ല ബ്രീഡ്. എടേ ഞാനിപ്പോ സീമന്തമൊക്കെ നടത്തി ആകെ പൈസ ഒന്നും ഇല്ലാതിരിക്കാടേ. അപ്പൊ ഞാൻ അമ്മയുടെ അടുത്ത് ചോദിക്കാം. അമ്മയുടെ കയ്യിൽ പൈസ കാണുമായിരിക്കും. ഫോട്ടോഷൂട്ടൊക്കെ നടത്താൻ വേണ്ടി പൈസ കൊടുത്തല്ലേ, വേറെ പൈസ കാണുമായിരിക്കും. അവള് ശരിക്കും കൊടുത്താ? അമ്മ കൊടുത്തെന്നാണ് അവൻ പറഞ്ഞത്. ആണോ? ചോദിച്ചോ അങ്ങോട്ട്. പിന്നീട് കിട്ടൂല അച്ഛാ. അതെ അത് കൊള്ളാം. ഫോട്ടോഷൂട്ട് നടത്താനൊക്കെ അവളെ പൈസ ഉണ്ടല്ലേ? റെഡിയേ? അല്ല ചേട്ടനും ചിറ്റപ്പനും കൂട്ടുകാരാണ്? ഏത് ചിറ്റപ്പൻ? നമ്മളെ സുമേഷ് ചിറ്റപ്പൻ. അല്ലല്ല അല്ലേ? പിന്നെ ചേട്ടൻ എങ്ങനെ ഇവിടെ വന്ന? സുമേഷ് വിളിച്ചിട്ട്. അപ്പൊ പിന്നെ നിങ്ങളെ കൂട്ടുകാരല്ലേ? അല്ല. അല്ലേ? അല്ല. ചേട്ടാ നിങ്ങള് കൂട്ടുകാരല്ല? അല്ല. ആ പിന്നെ എങ്ങനെ ചേട്ടാ ഇവിടെ വന്ന? സുമേഷ് വിളിച്ചിട്ട്. അയ്യോ അല്ല ചേട്ടാ, നമ്മള് ഇത് എന്തെങ്കിലും ഒരു കണക്ഷൻ വേണ്ടേ? ഇത് അല്ല നമ്മള് പെട്ടെന്ന് പരിചയമില്ലാത്ത ഒരാളെ വിളിക്കുമ്പോ വരൂലല്ലേ നമ്മൾ? ഓ ഈ വർക്ക് എങ്ങനെയാ കിട്ടി? വർക്ക് എങ്ങനെയാ കിട്ടിയേ? അത് സുമേഷ് വിളിച്ചിട്ട്. അയ്യോ അതല്ല ഞാൻ ചോദിച്ചത്. നമ്മളീ പെട്ടെന്ന് ആരെങ്കിലും ഒരാളെ വിളിച്ചാൽ ഉടനെ വർക്കിന് വരില്ല. എന്തെങ്കിലും ഒരു കണക്ഷൻ വേണ്ടേ ഇതിന്? അത് അരണേഷ് വിളിച്ചിട്ട് വന്നു. അരണേശേട്ടൻ വിളിച്ചിട്ടാണ്? ഓ അങ്ങനെയാണല്ലേ വന്നത്. അത് ശരി. ശംഭു. ഓ അപ്പച്ചി എന്തോ ഒരു വശപ്പശ കൊണ്ടുവന്ന് ഒന്നും മൈൻഡിൽ വെച്ചിട്ട് സംസാരിച്ചാൽ മതി. ഒരു കിളി പോയാണത്.
കുഴപ്പമൊന്നുമില്ല. മറ്റേ നമ്മൾ അരുണേശേട്ടനില്ലേ, പുള്ളിക്കാരൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അതൊന്ന് മൈൻഡ് വെച്ചിട്ട് ചേട്ടാ ഇതാണ് അപ്പച്ചി. ഹായ്. ഹായ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ മാഡം? അയ്യോ എന്നെ മാഡം എന്നൊന്നും വിളിക്കണ്ട, ചേച്ചിന്ന് വിളിച്ചാൽ മതി. അല്ല, ഞാൻ വർക്കിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ക്ലയൻസിനെ മാഡം സാറെന്നൊക്കെ വിളിക്കലുള്ളൂ. ഓ അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ആ ചെയ്യാം. ഇവിടുന്നാണോ ചെയ്യുന്നത്? അതെ. അല്ല അപ്പം ലൈറ്റും പരിപാടിയൊന്നും ഇല്ലേ? അല്ല, ഒരു ഡേ ലൈറ്റ് ഷൂട്ടാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓ ആ എന്നാ അങ്ങനെ ചെയ്യാം. അപ്പച്ചി നിന്നോ? ഫോട്ടോ ഞങ്ങൾ രണ്ടുപേരും നിൽക്കണോ അതോ ഒരാൾ നിന്നാൽ മതി? അങ്ങനെ. അല്ല, നമുക്ക് ആദ്യം മാഡത്തിന്റെ ഒരു സിംഗിൾ ആ എടുത്തിട്ട്. എന്നാ ശംഭുചേട്ടൻ്റെ കൂടെ പോയിക്കോളണം. ഓക്കെ എവിടെ? ഇവിടെ നിൽക്കട്ടെ. ഓക്കെ, അവിടെ കുഴപ്പമില്ല. ഇങ്ങനെ നിന്നാ മതിയോ? ജസ്റ്റ് ഇങ്ങനെ ഈ അബ്ഡമിന്റെ അടിയിലേ ആ. ഇങ്ങനെ ഒരു പോസ് ചെയ്തിട്ട് ഓക്കെ. ജസ്റ്റ് ഒന്ന് കണ്ണടച്ചിട്ട് മുകളിലേക്ക് ഒരു പോസ് കൊടുത്തു. ഓക്കെ. അയ്യോ ഒരു കുഴപ്പമുണ്ട്. അതെ, എൻ്റെ ഫ്ലവർ ഒക്കെ വെച്ചിരിക്കുന്ന ഈ സൈഡിലാണ്. ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു നിന്നോട്ടെ. അങ്ങനെ ആ ശരി. ഒന്നൊന്ന് സ്മൈൽ ചെയ്യാം. ഓക്കെ ഓക്കെ, റെഡി. എടാ മാമനെയും കൂടെ വിളിച്ചോണ്ടോ? മാമനെ പോയി വിളിക്കുന്നുണ്ടല്ലേ? ഞാൻ പോയിട്ട് വിളിച്ചിട്ട് വരാം. കാരണം വാ, നമുക്ക് ഒരുമിച്ച് വാ. ഇവിടെ നിന്നോ, ഇവിടെ കയറി നിന്നോ. ഓക്കെ ഓക്കെ, കണ്ണൊന്ന് ചിരിച്ചേ, നല്ലോണം ചിരിച്ചേ. ഓക്കെ. ലളിതേ, ഓ ഇന്നലെ ഞാൻ നിന്റെ അടുത്ത് ഒരു 1000 രൂപ ചോദിച്ചായിരുന്നോ? ആ ചോദിച്ചപ്പോഴും ഞാൻ ഇല്ലെന്ന് പറഞ്ഞായിരുന്നല്ലോ. അത് ശരി. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ ഇല്ലായിരുന്ന കാശ് ഇപ്പം നിനക്ക് ഫോട്ടോഷൂട്ട് ചെയ്യാൻ എവിടുന്ന് കിട്ടി? കിട്ടിയെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നീ പൈസ കൊടുക്കാന്ന് പറഞ്ഞിരുന്നോ? ഓ അതോ, അത് നമ്മുടെ പിങ്കിയെ സങ്കടപ്പെടുത്താതിരിക്കാൻ ഞാൻ ചുമ്മാ അങ്ങ് പറഞ്ഞാ. ഓ, അപ്പൊ അമ്മയെ പറ്റിക്കാനുള്ള പരിപാടിയാണല്ലേ? ഞാൻ ആരെയും പറ്റിക്കുന്നൊന്നുമില്ല. പിന്നെ പൈസ ആര് കൊടുക്കും? പൈസ അത് ആരെങ്കിലും ഒക്കെ കൊടുക്കും. ആരെങ്കിലും കൊടുക്കുന്ന? ആ. അതെ, നീ ഒരുമാതിരി വൃത്തിയോട് കാണിക്കരുത് കേട്ടാ. എടി, നീ പൈസ കൊടുത്തില്ലെങ്കിൽ അവസാനം കറങ്ങി തിരിച്ച് എന്റെ തലയിൽ വന്ന് വീഴുമെന്ന്. ആ നിങ്ങൾ പെട്ടിക്കകത്ത് കുറെ കാശിരിപ്പില്ലേ, അതിനകത്തൊന്ന് കുറച്ചെടുത്ത് കൊടുത്താൽ എന്താ കുഴപ്പം? പെട്ടിക്കാത്തിരിക്കുന്നു കുന്തം പറഞ്ഞു പറഞ്ഞപ്പോ പെട്ടിക്കകത്തൊന്നും ഇല്ലാതായല്ല. അല്ല, മര്യാദയ്ക്ക് ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് വരുമ്പോ അവർക്ക് പൈസ കൊടുത്തോണം കേട്ടോ. പൈസ കൊടുത്തില്ലെങ്കിൽ എടി, പൈസ കൊടുത്തില്ലെങ്കിൽ ചീത്തപ്പേരുണ്ടാവുമെന്ന്. ആർക്ക് ചീത്തപ്പേരുണ്ടാവും? കുടുംബത്തിനല്ല, പിന്നെ ആർക്കാ? ആ ഈ കുടുംബം നിങ്ങളുടെ അല്ല, എന്നാ നിങ്ങളങ്ങ് കൊടുക്കുന്നേ. ഒരുമാതിരി വിളച്ചെടുക്കില്ല കേട്ടാ. ഏ ഒരു 5000 രൂപ പറഞ്ഞു. ഇതെന്താ ഇത്? അച്ഛനും മോനും മാറി മാറി എന്നോട് കാശ് ചോദിക്കുന്നത്. എനിക്ക് എന്താ വല്ല നോട്ടടിയാണോ പണി? അമ്മ ഫോട്ടോഷൂട്ടിന് കുറഞ്ഞത് 10000 രൂപയെങ്കിലും ആവും. അതിൽ 5000 രൂപ അച്ഛമ്മ കൊടുത്തു. 5000 രൂപ അമ്മ കൊടുക്കൂലേ? എടാ, 5000 ഒന്നുമല്ല, ഇവളെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടെന്ന്. ആ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും അങ്ങ് കേട്ടു. എന്റെ ഈ കുറഞ്ഞത് ഒരു 25,000 രൂപയെങ്കിലും ഉണ്ട്. അത് വീടിന്റെ പല ഭാഗത്തായിട്ട് ഞാൻ ഒളിപ്പിച്ച് വെച്ചിരിക്കാം. 25,000 ആ രൂപ? 25,000 രൂപ. അതിൽ നിന്ന് നിനക്ക് ഒരു 1000 രൂപ കണ്ടുപിടിക്കാൻ പറ്റുമോ? കണ്ടുപിടിച്ചാ? കണ്ടുപിടിച്ചാൽ നീ ഇപ്പൊ ചോദിച്ച 5000 രൂപ ഞാൻ നിനക്ക് ഫ്രീ ആയിട്ട് അങ്ങ് തരാം. അപ്പൊ ഞാൻ കണ്ടുപിടിച്ചാലോ? നിങ്ങൾ കണ്ടുപിടിച്ചാൽ നിങ്ങൾക്കും തരും. എന്നാ ഞാൻ കണ്ടുപിടിക്കും. പിന്നെ ഒരു കാര്യം, എന്നെ കളിപ്പിക്കാനൊന്നും നോക്കണ്ട. ഞാൻ ഈ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന നോട്ടേ എനിക്ക് കൃത്യമായിട്ട് അറിയാം. നീ ആയിരിക്കും പ്രസിൽ നിന്ന് അച്ചടിച്ചോണ്ട് വന്നത്? ഞാനൊന്നും അല്ല അച്ചടിച്ചത്, അത് ഞാനൊരു കോഡ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഓ, ഗവർണറുടെ സ്ഥാനത്ത് നിന്റെ ഒപ്പായിരിക്കും. ഓ എന്തൊരു തമാശ. ചിരിക്കടാ ഉത്തമ, ചിരിക്കടാ. ഞാൻ കണ്ടുപിടിക്കും, നോക്കിക്കോ. ചുമ്മാ അമ്മ പറയണല്ലേ. ഞാൻ ചുമ്മാ പറയുന്നൊന്നുമല്ല. സംഭവം എന്തറിയോ, നമ്മളിത് തപ്പി അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കും. അത് കണ്ട അമ്മക്ക് ചിരിക്കാം. അതിന് വേണ്ടിട്ടുള്ള ഐഡിയ നമ്പര് ആണല്ലേ? ഒന്നുമില്ല. മക്കളെ ഉത്തമ, ഞാൻ നിന്റെ അച്ഛനാണ് കേട്ടാ. നിന്റെ അടവൊക്കെ എനിക്ക് മനസ്സിലായി. അമ്മ പൈസയൊന്നും വച്ചിട്ടില്ല, ഞാനതൊന്നും അന്വേഷിച്ചിറങ്ങണ്ട എന്ന് നീ പറഞ്ഞതിന്റെ പൊരുൾ എന്താന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. അപ്പൊ നിനക്കെല്ലാം ഒറ്റയ്ക്ക് അങ്ങ് വിഴുകാമല്ലോ. എന്തോന്നൊക്കെയാ ചായ പറയണത്? എന്നാ നീ കേട്ടോ മക്കളെ, അങ്ങനെ ഇവിടെ ഒരു പൈസയില്ല, നമ്മളാരും അന്വേഷിച്ചിറങ്ങണ്ട കേട്ടാ. വെറുതെ എന്തിനാടാ സമയം കളയണത്? അത് തന്നെ ഞാനും പറഞ്ഞത്. അതുകൊണ്ട് നീ വേറെ എന്തെങ്കിലും പണി ചെയ്ത് നടക്ക് കേട്ടാ. കേട്ടാ? അച്ഛമ്മ എന്താ ഇവിടെ കുത്തിയിരിക്കുന്നേ? എന്താ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നേന്ന് ഇങ്ങനെ? അവൾക്ക് ഫോട്ടോ എടുക്കാൻ കാശ് കൊടുത്താരാ? അച്ഛമ്മയും അമ്മച്ചിയും. അപ്പോൾ ഫോട്ടോ എടുക്കുന്ന നേരത്തെ എന്നെ കൂടെ വിളിക്കണ്ടേ? വിളിക്കണ്ടേന്ന്. പിന്നെ വിളിക്കണ്ടേ? അവള് വിളിച്ചില്ലേ? ഇല്ല. അത് എന്തൊരു സ്വഭാവം അച്ഛമ്മ അവള് കാണിച്ചത്. ഞാൻ അവളെ വിളിക്കട്ടോ പോയി അങ്ങോട്ട്. എന്തിന്? എന്തിനെന്നോ? എൻ്റെ അച്ഛമ്മ അവള് പ്രസവിക്കുന്നതിന് മുമ്പ് ഇമാതിരി അഹങ്കാരം കാണിക്കുന്നെങ്കിൽ പ്രസവിച്ച് കഴിഞ്ഞതിന് ശേഷം എന്തുമാതിരി അഹങ്കാരമായിരിക്കും കാണിക്കുന്നത്? നമുക്കിത് മുളയില് നുള്ളിക്കളയണ്ടേ? ഞാൻ എന്റെ അടുത്ത് വന്ന് എന്താ? എടാ എന്റെ അടുത്തേ ഈ തുരുമ്പ് സ്വഭാവം എടുക്കരുത് കേട്ടാ. അച്ഛമ്മ ഞാൻ തുരുമ്പ് സ്വഭാവം ഇറക്കിയതല്ല. പിന്നെ അച്ഛമ്മയുടെ പൈസ കൊണ്ടല്ലേ അവൾ ഫോട്ടോഷൂട്ട് നടത്തുന്നേ. അപ്പൊ അച്ഛമ്മ വിളിക്കാതിരിക്കുന്ന മോശമല്ലേ?
ഞാൻ സത്യം പോലെ പറയും. അച്ഛമ്മയുടെ സ്വഭാവമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്, അറിയാമോ? നിന്റെ ചെവിയെ ഞാൻ പൊന്നാക്കും. ഞാനിപ്പോൾ എന്താണ് കിളി വിളിക്കണോ വേണ്ടയോ? വേണ്ട, എനിക്ക് എന്തായാലും ഫോട്ടോ എടുക്കണം. അതിൻ്റെ കൂടെ മറ്റേ സാധനവും വേണം. ഏത് സാധനം? നിങ്ങൾ എടുത്ത ഫോട്ടോ എവിടെ ഇടൂല്ലേ? ആ, ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആയിട്ട് ഇടാറുണ്ട്. അതിൻ്റെ കൂടെ എന്തൊക്കെ എഴുതത്തില്ലേ? ആ, ക്യാപ്ഷനൊക്കെ എഴുതും. ക്യാപ്ഷൻ. ആ, അത് രണ്ടും എനിക്ക് വേണം. ഞാൻ ഒപ്പിച്ച് തരാം, രണ്ടും ഒപ്പിച്ച് തരാം കേട്ടോ. ഓക്കെ അണ്ണ ഒന്നും കൊടുത്തേ. ഓക്കെ ഒന്നും കൂടെ നോക്കി ചിരിക്കേ. ഇങ്ങോട്ട് നോക്കി ചിരിച്ചേ. ഓക്കെ ഒന്നുകൂടെ. ഓക്കെ റെഡി. ഡേയ് നീയാ? ആ സാറിന് ഇവിടെ? ഡേയ് ഇത് എന്റെ ഭാര്യയും കൊച്ചുവാണത്. ഇത് സാറിന് ഇവിടെ ആയിരുന്നു? പിന്നെ ശിവേട്ടനെ നേരത്തെ അറിയാമോ? നമ്മളെ സുമേഷിന്റെ ഇറക്കുമതിയല്ലേ, പറഞ്ഞല്ലേ പറ്റൂ. അയ്യോ സുമേഷ് എനിക്ക് നേരിട്ട് പരിചയമൊന്നുമില്ല. എന്നാ പിന്നെ അരുണേശായിരിക്കും അല്ലേ? ഇത് ഉള്ളത് പറ. ഈ കൊട്ടാശം എത്ര രൂപയ്ക്ക് പിടിച്ചത്? 12,000. 12,000 രൂപയുടെ? സാറ് നീ ആ അരുണേഷും കൂടെ ആ കേസിൽ ചെന്നപ്പെട്ട് ആ കൊട്ടാശം ഊരി തന്നാടാ സാറ്. അപ്പൊ നിനക്കത് ഓർമ്മയുണ്ടല്ലേ? പിന്നെ മറക്കാൻ പറ്റുമോ? എന്റെ കൂടെ നീ 12,000 രൂപയ്ക്ക് വീണ്ടും പിടിക്കണത് നീ? സാർ ഒരു കാര്യം ചെയ്യും, ഈ ക്യാമറയുടെ റെന്റ് മാത്രം എനിക്ക് തന്നാൽ മതി. 500 രൂപ? 1500. 1500? ആ ഉള്ളതന്നെ? പിന്നെ ആ അത് ഞാൻ തരാം. മതി, അത് മാത്രം. അപ്പൊ ഫോട്ടോ? പിന്നെ സാർ ഒന്ന് നല്ല പുളപ്പം ഫോട്ടോ എടുത്തേ. ആ എന്നാ നീ 5 പടം നടി എല്ലാം ഓക്കെ. പിടിക്കോ? പിടിക്കുന്നു. പിന്നെ നീ എന്റെ മണ്ടയിലേക്ക് വലിയ കാര്യം എന്തിനു? കൊറേ നേരം അതിൽ നിൽക്കുന്നു. സാറേ കുറച്ച്. ഓക്കെ റെഡി. കണ്ണ ലേശം മുന്നോട്ട് വന്നേ. കണ്ണ ലേശം മുന്നോട്ട്. ഓക്കെ നമുക്ക് നോക്കാം. ഒന്ന് ചിരിച്ചേ, രണ്ടാളും ഒന്ന് ചിരിച്ചേ. ഓക്കെ. ഇടങ്ങിയിരിക്കുവാണോ മാ? അയ്യ പിണങ്ങിയിരിക്കുന്ന അമ്മയ്ക്ക് ഇങ്ങനെ ഫോട്ടോ എടുക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഫോട്ടോ എടുത്ത് തരൂലേ? ഇനി വരണം അമ്മ, പിണക്കൊക്കെ മാറണം. അച്ഛാ കോഡ് കിട്ടി. കോടാ? ഏത് കോഡ്? ലളിതയുടെ എല്ല്. ലളിതയുടെ എല്ല? ലളിതാന്ന് എഴുതുമ്പോഴത്തേക്കല്ല ലാ ഇല്ലേ, അതിന്റെ എല്ല്. നീ മനസ്സിലായില്ല എന്തു സംഭവം? എന്താ ലളിതയില്ലേ? LITH ലളിത, അതിന്റെ എല്ല്. ഓ അതാണോ നേരത്തെ പറഞ്ഞ കോഡ്? ഓ നോട്ടിൽ എഴുതി വെച്ചിരുന്ന കോഡ് അത്. എന്നിട്ട് നോട്ട് കിട്ടിയാ? നോട്ട് കിട്ടിയില്ല. ഡേയ് ആ പൈസ എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പം നോട്ടിൽ എഴുതി അത് ഉപയോഗിക്കാൻ പാടില്ലടാ. അതൊന്നും അറിഞ്ഞൂടെ എനക്ക്? പേപ്പറിൽ എഴുതി അങ്ങനെ ഒട്ടിച്ചേക്കരി. അമ്മ ആർക്ക് വേണമെങ്കിലും എത്ര ഫോട്ടോ വേണമെങ്കിലും എടുക്കാം, ഫ്രീ ആയിട്ട്. ഫ്രീ ആയിട്ടാ? യാ ഫ്രീ ആയിട്ട്? പിന്നെ ഫ്രീ ആയിട്ട് എടുത്തരാ ഫോട്ടോഗ്രാഫർ നിന്റെ അളിയനാണോ ഡേ? ആ നമ്മളെ ആളിനെ കൊണ്ടോ നമുക്ക് ഗുണമൊന്നുമില്ല. പിന്നെ പുറത്തുള്ള ബന്ധങ്ങളല്ലേ നമുക്ക് എപ്പോഴും ഗുണം ചെയ്യുള്ളൂ. ഓരോ ചുമ്മാ പറയണ ചുമ്മാ ഒന്നുമല്ല അമ്മ. 1500 രൂപ ക്യാമറ റെന്റ് മാത്രം കൊടുത്താൽ മതി. ഫോട്ടോ എത്ര വേണം ഫ്രീ ആയിട്ട് എടുക്കാം. ആർക്ക് വേണമെങ്കിലും എടുക്കാം, എത്ര ഫോട്ടോ ആണെങ്കിലും എടുക്കാം. പിന്നെ മുത്തച്ചി ഞാൻ ഒരു 10,000 രൂപ ലാഭം ചെന്നിട്ടുണ്ട് കേട്ടോ. അതിലൊരു 5,000 രൂപ ആണെങ്കിൽ അളിയന് കൊടുത്തോ. അളിയൻ്റെ ആവശ്യങ്ങൾ നടക്കണ്ടേ? അച്ഛമ്മ നീ കാര്യമായിട്ട് പറഞ്ഞാണ്? ഓ അതാണോന്ന് വേണ്ട കേട്ടോ അളിയാ. 5,000 രൂപ വാങ്ങിച്ചോ. ഓ പിന്നെ ഫോട്ടോഗ്രാഫർ കൂടുന്നുണ്ട്. വേണ്ട 2,500 കൊടുത്താൽ മതി. എവിടെ ഒപ്പിച്ച് സെറ്റല്ലേ ഒരു പോലീസുകാരൻ്റെ കാര്യങ്ങളെ. ഹലോ, ഞാൻ അച്ഛമ്മനെ ഫോട്ടോ എടുക്കാൻ വന്നാ. ഒന്ന് ഇങ്ങോട്ട് നോക്കിയേ, ആ ഫോട്ടോ എടുക്കാം. നീ അതിൽ എഴുതുവോ? പിന്നെ ഞാൻ അതിന്റെ താഴെ നല്ല വലുതായിട്ട് എഴുതും, അവർ സ്വീറ്റ് അച്ഛമ്മ ദ ഗ്രേറ്റ് ഗ്രാൻഡ് മോം എന്ന്. പോരെ? എന്നുവെച്ചാലേ ഈ അമ്മൂമ്മയുടെ അമ്മൂമ്മന്ന് ചുമ്മാ ശിവേട്ടാ. മുത്തശ്ശിന്ന്. ആ മതി മതി, ബാ. ആ ചെറുക്ക അവിടെ വെയിറ്റ് ചെയ്യുന്നു. അച്ഛനെന്താ ഇങ്ങനെ നിൽക്കുന്നത്? റെഡി ആയിട്ട് വാ. ഇതുപോലെ ആ ഇരുന്നോ, ആ കസേരയിൽ ഇരുന്നോ. ഇതുപോലെ പിന്നെ പെട്ടെന്ന് റെഡിയായോ? പതുക്കെ. ആ നീ അപ്പുറത്ത് അവിടെ ശിവ ഇവിടെ നിൽക്കും. ഇവിടെ നിൽക്കടാ. വേണ്ട നീ ഫോട്ടോ വേണ്ട. എന്താ ഞാൻ കുടുംബത്തിലുള്ളല്ലേ? നിങ്ങളുടെ അച്ഛമ്മ എടുത്ത് പറഞ്ഞ് കുത്തി തിരുമുണ്ടാക്കി. അത് പിന്നെ അച്ഛമ്മയുടെ സങ്കടം കണ്ട് ചെയ്തില്ലേട്ടാ. കുഴപ്പമില്ല, അവൻ നിക്കട്ടെ. വേണ്ട നീ ഇങ്ങനെ ചെയ്യൂ. ഇനി ചെയ്തില്ല, പ്ലീസ് പ്ലീസ് ചേട്ടാ ചേട്ടാ പ്ലീസ്.
ഉറപ്പാണേ ചെയ്തില്ല. നിർത്താടേ പോട്ടെ പാവം നിക്ക് നിക്ക്. അവിടെ നിന്ന് എല്ലാരും ചിരിക്ക്. വണ്ടി ഇടാറായി എന്നെ തള്ളിയിടല്ലേ. ആ അതെ ഓക്കെ ആ അപ്പൊ എല്ലാരും ഒന്ന് ചിരിച്ചേ. ആ ജിജോ ഓക്കെ ശരിക്കാണ് പറഞ്ഞത്.